വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും സുപ്രധാനമായ ചില വാർത്തകൾ അറിയിക്കട്ടെ. 2024 ഡിസംബർ 24 ഔദ്യോഗികമായി ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഹോളി ഡോർ തുറന്ന് ജൂബിലി വർഷത്തിന്റെ ഔദ്യോഗികമായ ആരംഭം കുറിക്കുകയുണ്ടായി. 2026 ജനുവരി മാസം 6 നടക്കുന്ന എപ്പിഫേനി തിരുനാളിനോടനുബന്ധിച്ച് ലയോ 14 മാർപ്പാപ്പ ജൂബിലി ഡോറ് അടച്ചുകൊണ്ട് അതിന് സമാപനം കുറിക്കുന്നതായിരിക്കും. പ്രത്യാശയുടെ തീർത്ഥാടകരായി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വത്തിക്കാനിൽ 2024-25 കാലഘട്ടങ്ങളിൽ വത്തിക്കാനിൽ എത്തിച്ചേർന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം 3.1 മില്യൺ, ഏകദേശം 30 ദശലക്ഷത്തിലധികം ജനങ്ങൾ വത്തിക്കാനിൽ ഔദ്യോഗികമായി ആത്മീയമായ ചടങ്ങുകളിൽ ആരാധനക്രമങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് വത്തിക്കാനിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ എത്തിയിരുന്നു. എന്നാൽ വത്തിക്കാനിൽ മൊത്തമായി സന്ദർശനത്തിനായി വന്നവരുടെ എണ്ണം ഇത് ഏകദേശം 50-നും 60-നും ഇടയ്ക്ക് മില്യൺ ജനങ്ങളാണ്. അതായത് 60 ദശലക്ഷത്തോളം വരുന്ന ജനങ്ങൾ വത്തിക്കാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് അനൗദ്യോഗികമായ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ജൂബിലി വർഷം ജനുവരി 6 അവസാനിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും വത്തിക്കാൻ സ്ക്വയർ ജനനിബിഡമാണ്, ജനസാഗരമാണ്. കാരണം ഇപ്പോഴും വലിയ പ്രത്യാശയോടുകൂടി, വലിയ പ്രാർത്ഥനയോടുകൂടി തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ജനങ്ങൾ കുരിശ് ചുമന്നുകൊണ്ട്, കുരിശേന്തിക്കൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകരായി അവർ ഇപ്പോഴും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന കവാടത്തിലൂടെ, ജൂബിലി വാതിലിലൂടെ പ്രവേശിച്ച് പ്രാർത്ഥനാ നിർഭരമായി ആ ജൂബിലി കർമ്മങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്ന രംഗങ്ങൾ നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും. എൻ്റെ പുറകിൽ ആയി നിങ്ങൾക്ക് കാണാം ഇപ്പോഴും ആ ജൂബിലിയുടെ തുടർച്ചയെന്നോണം ഇപ്പോഴും പലരും ഇവിടെ ജൂബിലിയുടെ കുരിശും ഏന്തിക്കൊണ്ട് ഇപ്പോൾ തീർത്ഥാടനത്തിന് വന്നിരിക്കുകയാണ്. രണ്ടാമതായി എടുത്തു പറയേണ്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വത്തിക്കാനിൽ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന 4ാമത്തെ പിക്നിക് സ്പോട്ട് അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രമാണ് വിശേഷിക്കപ്പെടുന്ന മൈക്കലാഞ്ചലോ വരച്ച അന്ത്യത്താഴ വിധിയുടെ ചിത്രമുള്ള സിസ്റ്റേൻസ് ചാപ്പലിന്റെ പുനർനിർമ്മാണം, അല്ലെങ്കിൽ അതിൻ്റെ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ വന്നിരിക്കുന്ന കുറവുകളും അതിൻ്റെ റെസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ഈ ജനുവരി മാസത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഏകദേശം മാർച്ച് മാസത്തോളം വരെ നീണ്ടു നിൽക്കുന്ന റെസ്റ്റോറേഷൻ വർക്കുകളാണ് അവിടെ നടക്കുക. എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ വർഷവും ഏകദേശം 6 ദശലക്ഷത്തോളം ജനങ്ങളാണ് തീർത്ഥാടനത്തിനായി സിസ്റ്റൈൻ ചാപ്പലിൽ തന്നെ വരുന്നത്. ഈ വർഷം അത് തീർത്ഥാടനത്തിനായി സിസ്റ്റൈൻ ചാപ്പലിൽ തന്നെ 2024-25 കാലഘട്ടത്തിൽ ഏകദേശം 10 മില്യണോളം, 10 ദശലക്ഷത്തോളം ജനങ്ങളാണ് വന്നു പോയിരിക്കുന്നതെന്നാണ് അനൗദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുക. ഏതായിരുന്നാലും ഈ സിസ്റ്റൈൻ ചാപ്പലിന്റെ പ്രത്യേകത നമുക്കറിയാം. മൈക്കലാഞ്ചലോ ഏകദേശം 5 വർഷത്തോളം എടുത്തുകൊണ്ടാണ് അന്ത്യവിധിയുടെ ആ ചിത്രം സിസ്റ്റൈൻ ചാപ്പലിൽ വരച്ച് പൂർത്തീകരിച്ചത്. മാത്രമല്ല ലയോ 14 മാർപ്പാപ്പയുടെ എലക്ഷൻ അല്ലെങ്കിൽ മാർപ്പാപ്പമാരുടെ എലക്ഷൻ നടക്കുന്ന ആ ഒരു ഹോൾ കൂടിയാണ് സിസ്റ്റൈൻ ചാപ്പൽ. ഈ ചാപ്പലിന്റെ പ്രത്യേകത എന്താണ് എന്ന് ഗുഡ്നസ് ടെലിവിഷൻ ചാനലിലൂടെ ഒരു ഡോക്യുമെന്ററി പോലെ നമ്മൾ അത് പണ്ട് പുറത്തിറക്കിയിരുന്നു. ഏതായിരുന്നാലും ഈ ചാപ്പൽ കാണുവാൻ വേണ്ടി ദശലക്ഷക്കണക്കിന് ആൾക്കാർ കാലങ്ങളായി വന്നു പോകുന്നു. അന്ത്യവിധിയുടെ ആ ഒരു ചിത്രം ഇപ്പോൾ അത് റെസ്റ്റോറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും തീർത്ഥാടകർക്ക് ഇവിടെ സന്ദർശിക്കുവാനുള്ള ആ ഒരു സൗകര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടു പോവുകയാണ്. സുപ്രധാനമായ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു കാര്യമാണ്. ലോകം മുഴുവനുമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള വേൾഡ് ഡേ ഓഫ് ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞ് റോമിൽ നടക്കുന്ന ഒരു ആഘോഷം, വേൾഡ് യൂത്ത് ഡേ പോലെ തന്നെ നടക്കുന്ന ഒന്നാണത്. അത് ഈ 2026 വർഷത്തിൽ സെപ്റ്റംബർ 25 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ റോമിൽ നടക്കുന്നതായിരിക്കും. ഏതായിരുന്നാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ദൈവാനുഭവത്തിലേക്ക് കാലെടുത്തു വെക്കുവാനും ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുവാനും ഇത്തരത്തിലുള്ള ഈ വേൾഡ് ചിൽഡ്രൻസ് ഡേ റോമിൽ നടക്കുന്നത് സഹായകരമാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഇനി എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ വിളിച്ചുകൂട്ടിയിരിക്കുന്ന എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററിയാണ് കർദിനാൾമാരുടെ യോഗം. അത് ജനുവരി മാസം 7-8 തീയതികളിലാണ് റോമിൽ നടക്കുക.
നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് രണ്ട് തരത്തിലുള്ള കൺസിസ്റ്ററിയാണ് കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പമാരുടെ കാലഘട്ടത്തിൽ വിളിച്ചു കൂട്ടുന്നത്. ഒന്ന് അതിനെ ഓർഡിനറി കൺസിസ്റ്ററി എന്ന് പറയും, രണ്ടാമത് എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി എന്ന് പറയും. കൺസിസ്റ്ററി എന്നുള്ള വാക്ക് വരുന്നത് ലാറ്റിൻ പദമായ കൺ സിസ്റ്ററെ എന്നുള്ള വാക്കിൽ നിന്നാണ്. അതിനർത്ഥം ടു സ്റ്റാൻഡ് ടുഗദർ എന്നാണ്. അതായത് കർദിനാൾമാർ മാർപ്പാപ്പയോട് ചേർന്ന് ഒന്നു ചേർന്ന് സഭയുടെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും സുപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണിത്. ഈ മീറ്റിംഗ് ലോകമെമ്പാടുമുള്ള കർദിനാൾമാർ 7-8 തീയതികളിൽ വത്തിക്കാനിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ കർദിനാൾമാരുടെ എണ്ണം ഏകദേശം 245 പേരാണ് കർദിനാൾമാരായിട്ടുള്ളത്. ഇതിൽ 223 പേർക്കാണ് വോട്ടവകാശമുള്ള 80 വയസ്സ് മുതൽ തികയാതെ വോട്ടവകാശമുള്ള കർദിനാൾമാരെന്ന് പറയുന്നത്. എന്നാൽ 80 വയസ്സ് തികഞ്ഞ് വോട്ടവകാശമില്ലാത്ത 122ഓളം കർദിനാൾമാർ വേറെയുണ്ട്. ഏതായിരുന്നാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എല്ലാ കർദിനാൾമാരും തന്നെ ലയോ 14 മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് വത്തിക്കാനിൽ ജനുവരി 7-8 തീയതികളിൽ എത്തിച്ചേരുന്നതായിരിക്കും. സഭയുടെ വിശ്വാസ സത്യങ്ങൾ, അജപാലനപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സഭയുടെ പ്രവർത്തന രീതികൾ, ഇതെല്ലാം ഈ എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററിൽ പ്രത്യേകമായ ചർച്ചയ്ക്ക് വിഷയമാകുന്നതാണ്. ലയോ 14 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ജൂൺ മാസത്തിൽ തന്നെ കഴിഞ്ഞ വർഷം ഒരു ഓർഡിനറി കൺസിസ്റ്ററി വിളിച്ചു കൂട്ടിയിരുന്നു. ആ കൺസിസ്റ്ററിയിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിനെയും ജോർജ് ഫ്രസാത്തിയെയും ഒക്കെ വിശുദ്ധരായി പ്രഖ്യാപിക്കണമെന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ പുറത്തു വന്നത്. ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി 27 വർഷം നീണ്ടുനിന്ന ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ പേപ്പസിയുടെ കാലഘട്ടത്തിൽ 6 പ്രാവശ്യമാണ് വിളിച്ചുകൂട്ടിയത്. എന്നാൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും കാലഘട്ടത്തിൽ 3 പ്രാവശ്യം വീതമാണ് ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി വത്തിക്കാനിൽ വിളിച്ചുകൂട്ടിയത്. ഏതായിരുന്നാലും പ്രാർത്ഥനാ നിർഭരമായി കർദിനാൾമാർ വത്തിക്കാനിൽ 7-8 തീയതികളിൽ ഇവിടെ ഒന്നിച്ചുകൂടുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും സഭയുടെ ഉന്നതമായ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയെയും കർദിനാൾമാരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് വിശ്വാസികളായ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കടമയുണ്ട്. ലയോ 14 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ടി നടന്ന കോൺക്ലേവ് സീറോ മലബാർ സഭയുടെ തലവനായ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ റാഫേൽ തട്ടിൽ പിതാവ് അഭിപ്രായപ്പെട്ടതുപോലെ ഒരു പന്തക്കുസ്ത അനുഭവമായിരുന്നുവെങ്കിൽ, പന്തക്കുസ്തയുടെ ചലനം ആ കോൺക്ലേവിൽ സംഭവിച്ചുവെങ്കിൽ, അതുപോലെ തന്നെ അനുഭവങ്ങൾ ഈ എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററിയിൽ നടക്കുവാനും കർദിനാൾമാരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും ദൈവഹിതം പോലെ കൂടുതൽ നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി വിശ്വാസികളായ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയുടെ കരങ്ങൾ നമുക്ക് ഉയർത്താം. തിരുസഭയെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ശക്തിപ്പെടുത്താം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.